മച്ചാമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണ ഷെയറിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ GKB പ്രിൻറ്റിങ് ആൻഡ് പാക്കേജ് ലിമിറ്റഡ് ആണ് കേട്ടോ. നമ്മുടെ 1994 എസ്റ്റാബ്ലിഷ് ചെയ്ത കമ്പനിയാണ്. അപ്പോൾ ഇതൊരു ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇതിൻ്റെ മീഡിയേറ്റർ. അപ്പോൾ ഇന്നത്തെ റേറ്റ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8.50 ഇന്നത്തെ റേറ്റ്. നമുക്ക് 5 ദിവസം മുമ്പ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും ഇതേ റേറ്റ് തന്നെയാണ് കേട്ടോ. 8.50. ഒരു മാസം മുമ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ 8.50 അല്ല, അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8.69, കുറച്ച് കൂടുതലാണ്. 8.75 ആ ലെവലിലാണ്. 6 മാസം മുമ്പ് അതിൻ്റെ ഷെയറിൻ്റെ റേറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9.74. നമുക്ക് വൈറ്റ് നോക്കി നോക്കാം. മാക്സിമം വന്നിരിക്കുന്നത് 14.30, മിനിമം എത്ര വന്നിരിക്കുന്നത് 8.32. അപ്പോൾ ഈ 8.50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആവറേജ് ആണ് കേട്ടോ. എന്നുവെച്ചാൽ കുറവല്ല കൂടുതലല്ല എന്ന് പറഞ്ഞ പോലെ 8.50. ഒരു വർഷം മുമ്പ് എത്രയായിരുന്നു? 16 വരെ പോയിട്ടുണ്ട്. കണ്ടില്ല? ഒരു വർഷം മുമ്പ് വൈറ്റ് എത്രയാണ്? 14 ഒരു വർഷം മുമ്പ് അഞ്ച് കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. 16.48 വരെ ആയിട്ടുണ്ട് ഒരു വർഷം മുമ്പ്. 5 വർഷം മുമ്പ് നമ്മൾ ഞെട്ടിക്കണ റേറ്റിന് 204 രൂപ ഒരു ഷെയറിന്. 2022 ഷെയറിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 204 രൂപ. മാക്സിമം എത്രയുണ്ട് പോയിരിക്കണം? 204, മിനിമം 12. കണ്ടില്ലേ? അതായത് 2019 മിനിമം 15 രൂപ, 2024 മിനിമം 8.50, മാക്സിമം എത്രയാണ്? അപ്പോൾ ഒരു 95 രൂപ, 95, 204 ഇതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇതൊരു നമുക്കൊരു ലോങ് ടൈം, അതായത് 1 വർഷം 2 വർഷത്തേക്ക് നമ്മൾ ഷെയർ വാങ്ങിയിടുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു ഷെയർ ആട്ടോ. മാക്സിമം എത്ര പോയിരിക്കണം? 204. മിനിമം 2022 ശേഷം പോയിരിക്കുന്നത് 8.50. 21 പുറകിലോട്ട് പോയിരിക്കുന്നത് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15 ദിറംസാണ്. അത് ദിറംസല്ല, റുപ്പീസ് അല്ല കേട്ടോ. ഇപ്പോൾ ഇതൊരു നല്ലൊരു ടൈമാണ്. 1994 ഫേമായത് എന്തായാലും അടച്ചു പൂട്ടില്ല, അത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ലോങ് ടൈമിന് ആൾക്കാർ ഏതെങ്കിലും ഷെയർ വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു ഷെയറാണ്. ഈ ടൈമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടൈമാണ് വാങ്ങാനുള്ളത്. അറൗണ്ട് ഒരു 30-32 വർഷമായിട്ട് ഉള്ള കമ്പനിയാണ്. അപ്പം നമുക്ക് വെൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു കമ്പനി കൂടിയിട്ടാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും വാങ്ങാനായിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇത് റെക്കമെൻഡ് ചെയ്യണുള്ളൂ. വാങ്ങണോ വാങ്ങേണ്ടത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നന്നായിട്ട് മാർക്കറ്റ് റിസർച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വാങ്ങാം. പിന്നെ ഇത്രയുള്ള മച്ചാന്മാരെ, നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.